ആപ്ലിക്കേഷൻ കൊടുത്തു. ഇത്ര വർഷക്കാലം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൽ പ്രാരാബ്ധം കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ടും എൻ്റെ രോഗചികിത്സയ്ക്കായിട്ട് എനിക്ക് യാതൊരു നിവൃത്തിയില്ല. മാക്സിമം ഒരു 25 അല്ലെങ്കിൽ 50,000 രൂപ ഇപ്പം എല്ലാം ബാങ്ക് വഴിയാണ്, അക്കൗണ്ട് നമ്പർ മാത്രം കൊടുത്താൽ മതി. ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ഒത്തിരി പേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് കാശ് കിട്ടിയിട്ടുണ്ട്. ആൾക്കാരുടെ ഈ ധാരാളം ദുരിതമുള്ളവരുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ വരുമാനം അനുസരിച്ച് കൂടുതലല്ലോ ദുരിതം കൂടുമ്പോൾ അല്ലേ? അതെ അതെ. ചില അമ്മൂമ്മമാർ വരും, 30 രൂപയുള്ളൂ, അമ്മ ഇതാക്കി പൈസ വെച്ചോളൂ, നിങ്ങൾ വണ്ടി കുലിക്കില്ലെങ്കിലേ ഇതും കൂടെ വെച്ചോളൂ. അങ്ങനെ ഒത്തിരി പേരെ ഞാൻ അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. നമ്മുടെ പിണറായി മുഖ്യമന്ത്രിയുടെ ദേശത്തില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ കോടികൾ വരുന്നത്. 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിലുള്ള പൈസ ഡോക്ടറുടെ പേരിലാണ് വരുന്നത്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റിലേക്ക് നിരവധി അപേക്ഷകളുമായി എത്തുന്നവരെ സഹായിക്കുന്ന രഘുചേട്ടനോടൊപ്പമുള്ള സംസാരം തുടരുന്നു. മറ്റൊന്ന് ചോദിക്കാനുള്ളത് ഈ ചികിത്സാ ധനസഹായത്തെ പറ്റിയാണ് അല്ലേ? ചികിത്സാ ധനസഹായം ഏറ്റവും കൂടുതൽ ധനസഹായം നൽകുന്നത് ക്യാൻസർ രോഗികൾക്കാണ്. അത് കഴിഞ്ഞ് TB പേഷ്യൻ്റ് ഇത്തരത്തിൽ മാരാരോഗമുള്ളവർക്ക് മാത്രമാണ് ഈ ചികിത്സാ സഹായം അനുവദിക്കുന്നത്. ഇത് ശരിക്കും ആർക്കാണ് ഈ പരാതി കൊടുക്കുന്നത്? മുഖ്യമന്ത്രിക്കാണോ? മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി അവരുടെ സംരംഭത്തിലേക്ക് എന്നുള്ള അവർക്ക് അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. അദ്ദേഹമാണ് പൈസ ഏറ്റവും കൂടുതൽ അനുവദിക്കുന്നത്. അല്ലാതെ വീണ ജോർജ് അല്ലെങ്കിൽ അതാണ് പറയുന്നത്, നമ്മളിപ്പോൾ ആരോഗ്യ മന്ത്രിക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ പൈസ അനുവദിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഏതൊക്കെ രോഗങ്ങൾക്കാണെന്ന് വെച്ചാൽ ക്യാൻസറിന് കിട്ടുന്നു, ക്യാൻസർ, TB, പിന്നെ വേറെ ഒത്തിരി അസുഖങ്ങളുണ്ട്. കിടപ്പ് രോഗികൾ അല്ലേ? ഏറെ വർഷക്കാലം കൊണ്ട് ഇങ്ങനെ കിടക്കിൽ നിന്ന് എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന രോഗികൾക്ക് ഇവർക്ക് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അനുബന്ധ ഡോക്യുമെന്റ്സ് അതെ എന്തൊക്കെ വേണം? അവരുടെ ഡോക്ടർ ചേട്ടൻ്റെ കയ്യിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വരികയാണ്, ഡോക്ടർ ചേട്ടൻ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ. ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്, ഞാൻ ഇത്ര വർഷക്കാലം കൊണ്ട് ഞാൻ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് എൻ്റെ കീഴിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് വരികയും എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അത് സ്പെഷ്യലാണ്. അല്ല ട്രീറ്റ്മെന്റ് മാത്രം പോരാ. എൻ്റെ കീഴിൽ ഞാൻ ഇന്ന രോഗിയെ ഇത്ര വർഷക്കാലം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് മാക്സിമം ഒരു 25 അല്ലെങ്കിൽ 50,000 രൂപ ഇപ്പം എല്ലാം ബാങ്ക് വഴിയാണ്, അക്കൗണ്ട് നമ്പർ മാത്രം കൊടുത്താൽ മതി. അവിടെ നിന്ന് മന്ത്രി ബാങ്കിൽ ഇട്ട് കൊടുക്കും കാശ്. ആദ്യകാലങ്ങളിൽ അങ്ങനെയല്ല. 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിലുള്ള പൈസ ഡോക്ടറുടെ പേരിലാണ് വരുന്നത്. അതൊക്കെ നിർത്തലാക്കി ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, രോഗിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ വരും കാശ്. അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് പോയി ആ കാശ് ഒപ്പിട്ട് മേടിക്കാം. നേരിട്ട് ഗവൺമെന്റ് രോഗിയും തമ്മിലുള്ള ഒരു ഇടപാടായി. അതെ മുമ്പങ്ങനല്ല, ഡോക്ടർ ഇടനിലയുണ്ടായിരുന്നു. അത് ഇത്ര 5 ലക്ഷം രൂപ കൊടുത്താലും ശരി തന്നെ അവർ അത് പുറത്ത് കാണിക്കുന്നില്ല. ഇവർക്ക് പാവപ്പെട്ട ജനങ്ങളല്ലേ, അവർക്ക് ഒന്നും അറിയില്ല. ഇത് ഇന്നവരെയും ഡോക്ടർമാരാണ് ഇത്രയും വർഷക്കാലം രൂപ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. അല്ല അതാണ് പരമാർത്ഥം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എത്രയോ പേർക്ക്. ഈ പേഷ്യന്റ് അവരറിയുന്നില്ലല്ലോ. ആപ്ലിക്കേഷൻ കൊടുത്തങ്ങ് വിട്ടേക്ക്, പിന്നെ അന്വേഷിക്കില്ല. പോകുമ്പോൾ ഒരു 15,000 രൂപ കാശ് ഇതാ എഴുതി ഒപ്പിടാൻ പറയും ഏതെങ്കിലും രജിസ്റ്ററിലെ. നീ വന്നാ ചന്ദ്ര എഴുതി ഒപ്പിട്ടിട്ട് ഒപ്പിട്ട് ഒരു 15,000 രൂപ കൊടുക്കും അവിടെ നിന്ന്. പക്ഷെ ഇവര് എത്ര ലക്ഷം രൂപ വാങ്ങുമെന്ന് പുറത്തറിഞ്ഞുകൂടാ ആർക്കും. ഇതാണ് അതിന്റെ പരമാർത്ഥം. ഇപ്പം എല്ലാം നേരിട്ട് എല്ലാം ബാങ്ക് അക്കൗണ്ട്സ്, നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ച് കൊടുത്താൽ. ഞാനൊരു ക്യാൻസർ രോഗിയാണ്, ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഇത്ര വർഷക്കാലം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൽ പ്രാരാബ്ധം കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ടും എൻ്റെ രോഗചികിത്സയ്ക്കായിട്ട് എനിക്ക് യാതൊരു നിവൃത്തിയില്ല. എനിക്കിപ്പോൾ തന്നെ ഇത്ര ലക്ഷം രൂപ ചിലവായി. ആയതിനാൽ ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ സഹായിക്കുന്നതിന് വേണ്ടി എനിക്ക് നല്ലൊരു തുക
ധനസഹായമായി സഹായിക്കണം, അനുവദിക്കണം. അപ്പോൾ ഇത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ മാത്രം കൊടുത്താൽ ഇത്ര ദിവസത്തിനുള്ളിൽ, ഒരുപാട് അങ്ങ് നീണ്ടു പോകില്ല, ഇത്ര ദിവസത്തിനുള്ളിൽ ബാങ്കിൽ നമ്മളെ ക്യാഷ് വരും. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊടുത്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവർക്ക് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് എന്താണ്? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടറിൻ്റെ. ഞാൻ ഇത്ര വർഷക്കാലം കൊണ്ട് നിങ്ങളെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റാണ് വാല്യൂ. ഇപ്പം ധാരാളം പേര് അതിന് വരുന്നുണ്ട്. ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ഒത്തിരി പേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് കാശ് കിട്ടിയിട്ടുണ്ട്. RCC-യിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതെ RCC-യിലൊക്കെ അങ്ങനെ തന്നെയാണ്. RCC-യിൽ അതാണ് ആദ്യകാലങ്ങളിൽ നടന്നതുപോലെ ഇപ്പോഴല്ല. ഓക്കെ. അതുപോലെ തന്നെ വേറെ എന്താണ്, ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം നിങ്ങളിപ്പോൾ മഴക്കെടുതിയിലൊക്കെ വീടുകളൊക്കെ പോകാറ്? മഴക്കെടുതിയിൽ ഇല്ലേ? അല്ലെങ്കിൽ പ്രളയം, അതിന് ധനസഹായം അപേക്ഷകൾ നിങ്ങളാണ് വീട് പണിയുന്നതിലേക്ക് വേണ്ടി? അത് നിങ്ങളാണ് നിങ്ങൾ എഴുതി കൊടുക്കാറുണ്ട് അല്ലേ? അല്ല അത് എനിക്ക് ഞാൻ കേട്ടില്ല. അതാത് വില്ലേജ് ഓഫീസുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. വില്ലേജ് ഓഫീസർ അവർ അപേക്ഷ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വില്ലേജ് ഓഫീസറോ തഹസീൽദാറോ അത് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് നേരെ അത്തരം അവസരങ്ങളിൽ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയാൽ അവർ ഇവിടെ വരികയും മന്ത്രിയെ കാണാൻ ഇല്ലേ, ഏതെങ്കിലും ഒരു പരാതി അവിടെ പരിഗണിക്കുന്നില്ല തോന്നുമ്പോൾ അവർ നേരിട്ട് ഇങ്ങോട്ട് വരുന്നു. മഴക്കെടുതിയിൽ എൻ്റെ വീടുകൾ ഇടിഞ്ഞു പൊടിഞ്ഞു, ഷീറ്റാണ്, എല്ലാം തകർന്ന് ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ യാതൊരു നിവൃത്തിയില്ല. തെരുവിൽ കിടക്കുമ്പോൾ റോഡിലാണ് കിടക്കുന്നത്. ആയതിനാൽ ബഹുമാനപ്പെട്ട മന്ത്രി അവർ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ വീട് പുനഃസ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടി ധനസഹായം നൽകണം. എന്നൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കും? അതെല്ലാം ഞാൻ എഴുതി കൊടുക്കും. ഓക്കെ. വേറെ ഏതൊക്കെ കേസാണുള്ളത്? ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ പ്രാധാന്യം. വരുന്ന അപേക്ഷകൾ ഭൂരിഭാഗം ഇതാണോ? ഇതാണ്. ഈ 3 കേസാണ് ഏറ്റവും അധികം വരുന്നത്. ഏറ്റവും കൂടുതൽ ഇതൊക്കെയാണ്. ശരാശരി എത്ര? ഇപ്പം നമ്മൾ കാണുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ എഴുതുന്നുണ്ടായിരുന്നു, അതും ഇത് തന്നെയാണ്? അത് ഇതാ പറഞ്ഞത്, ജപ്തിയാണ്. ഇപ്പം ആൾക്കാരുടെ ഈ ധാരാളം ദുരിതമുള്ളവരുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളുടെ വരുമാനം അനുസരിച്ച് കൂടുമല്ലോ ദുരിതം കൂടുമ്പോൾ ഇല്ലേ? അതെ നിങ്ങൾക്ക് എഴുത്തുകൂലി അപ്പം അനുസരിച്ച് കൂടുമല്ലോ. അല്ല, ഞാൻ ഇല്ല 50 രൂപ. ചില അമ്മൂമ്മമാർ വരും, 30 രൂപയുള്ളൂ. അമ്മ ഇതാക്കി പൈസ വെച്ചോളൂ, നിങ്ങൾ വണ്ടി കുലിക്കില്ലെങ്കിലേ ഇതും കൂടെ വെച്ചോളൂ. അങ്ങനെ ഒത്തിരി പേരെ ഞാൻ അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാതെ. ശരാശരി എത്ര കാശില്ലേ ഒരു ആപ്ലിക്കേഷന്? 15 ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് മേളിലോട്ടുള്ള എല്ലാം വാങ്ങിക്കുന്നത് 100 രൂപ വാങ്ങിക്കും ഞാൻ. 15 ലക്ഷം രൂപയ്ക്ക് മേളിൽ 25 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, 1 കോടി വരെ ഉണ്ട്. അതെല്ലാം ഇവിടെ അല്ല, അങ്ങോട്ട് നമ്മുടെ പിണറായി മുഖ്യമന്ത്രിയുടെ ദേശത്തില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ കോടികൾ വരുന്നത്. 75-50 ലക്ഷം രൂപ അവർക്കൊക്കെ ഞാൻ ക്ലിയറൻസ് ചെയ്ത് കൊടുത്താൽ 100 രൂപ വാങ്ങിക്കുള്ളൂ. അത് കേൾക്കണ്ട, അവർ 100 രൂപ എടുത്ത് കൈ തരും. ഓക്കെ. ഇപ്പം ജപ്തിയുള്ള കേസുകൾക്ക് ആപ്ലിക്കേഷൻ എഴുതണമെങ്കിൽ അതാ പറയുന്നത്, ആപ്ലിക്കേഷൻ എഴുതുന്നതിന് നമുക്ക് ഏറ്റവും സാധാരണപ്പെട്ട ഏറ്റവും പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് തുച്ഛമായിട്ടുള്ള പൈസ ഞാൻ വാങ്ങും. എല്ലാത്തിനും ഒരേ ചാർജ് അല്ല. അല്ല. ഇപ്പോൾ അവരുടെ ഒരു ഫോമൊക്കെ ഇരിക്കുന്നതാണ് ഞാനിപ്പോൾ കണ്ടപ്പോൾ. അത് അവർ കൊണ്ടുവന്നാണ് ചേട്ടൻ കൊടുത്താണ്? അല്ലല്ല, അവരുടെ തന്നെ. അവർ വേറെ എന്തോ ഫാം. അപ്പോൾ ചേട്ടൻ ഞാൻ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അത് ഫാമല്ല, ഇതിന്റെ ഈ ജപ്തി നോട്ടീസ് വന്നില്ലേ, അതിൻ്റെതാണ് അവരുടെ പേപ്പറാണോ കയ്യിരുന്നത്? അതാണ് അവരുടെ കയ്യിലിരുന്നത്. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള കേസുകൾ ഇത് ആയി കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഒരു ജപ്തി ഉണ്ടായിരുന്നു, അപ്പോൾ അത് പൂർത്തീകരിച്ച് അതിൻ്റെ പ്രശ്നം മാറിക്കഴിഞ്ഞ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടോ? ഒത്തിരി പേര് വന്നിട്ടുണ്ട്. എനിക്ക് കാപ്പി കുടിക്കാൻ കാശ് തന്നിട്ടുണ്ട്. സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒന്ന് ചേട്ടാ, സമാധാനമായി, വളരെ സന്തോഷമായി. രാത്രി അന്തി ഉറങ്ങാം. ഇനിയിപ്പം ഏറ്റവും കൂടുതൽ ബാങ്ക് ഭീഷണിയാണ്. അവരിപ്പം നാളെ വരും എല്ലാം പൊളിച്ചു മാറ്റാൻ. അതിന് വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കോ. നിങ്ങളുടെ വീട്ടു സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങാൻ. നിങ്ങൾ വീട് ജപ്തി ചെയ്യാണ്, ഞങ്ങൾ നാളെ വരും എന്നുള്ള ബാങ്ക് ഭീഷണി നമ്മളെ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഒറ്റ ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ അതിന്റെ ഒരു മർമാണിയാണ് അല്ലേ? അതാണ് എൻ്റെ സത്യം. അപേക്ഷകളും അവയെ സംബന്ധിക്കുന്ന വിവിധ വിവരങ്ങൾ അടങ്ങിയ ഈ സംസാരം ഇവിടെ അവസാനിക്കുന്നില്ല, തുടരുന്നതാണ്.